സൂപ്പർ സ്പീഡോ ആ ചക്നച്ചോറിന്റെ വണ്ടി നിർത്താനായിട്ട് ഫോർമുല നമ്പർ 48 അപ്ലൈ ചെയ്യേ. ഫാന്റാസ്റ്റിക് ഐഡിയ. ഡോക്ടർ ഖുറാന, കാണിക്കൂ, എന്താണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്? അയ്യോ, ഈ ഒരു സാധാരണ പേന കാണിക്കാനാണോ ഞങ്ങൾ എല്ലാവരും ഇത്ര അർജന്റ് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ടെമ്പോ അണ്ണാ, എനിക്ക് തോന്നുന്നത് അത് സാധാരണ പേനയല്ലെന്നാണ്. ഖുറാന അങ്കിളുടെ സ്മൈല് കാണുമ്പോ മനസ്സിലാവുന്നു ഇത് അദ്ദേഹത്തിന്റെ സൂപ്പർ ഡൂപ്പർ ഇൻവെൻഷൻ ആവാനാണ് സാധ്യത. സാധാരണ സൂപ്പർ അല്ല, സൂപ്പർ ഡൂപ്പർ, വെരി വെരി സൂപ്പർ ഡൂപ്പർ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. കീക്കോ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് സാധാരണ പേനയൊന്നുമല്ല, ഇതൊരു സൂപ്പർ ഡൂപ്പർ പേനയാണ്. ഇതിന്റെ പവർ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മമ്മി, ഇത് വെച്ച് ചെയ്യുന്ന ഒരു അറ്റാക്ക് ബോംബ് ബ്ലാസ്റ്റിനേക്കാളും വളരെ സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നത്. ഖുറാന അങ്കിൾ, ഇത് ശരിക്കും ഒരു പവർഫുൾ ആയ പേന തന്നെയാ. ഈ പേനയുടെ പവർ സൂപ്പറാണ്. അതിനെക്കുറിച്ച് 2 വാക്കിൽ പറയണമെങ്കിൽ അൾട്ടിമേറ്റ് പവർ. യെസ് ട്വിങ്കിൾ, പക്ഷെ നമ്മൾ ഈ പേന എങ്ങനെയാ യൂസ് ചെയ്യാൻ പോകുന്നറിയോ? നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് മലപ്രദേശങ്ങളുള്ള സ്ഥലത്ത് റോഡ് ഇടാൻ നമ്മൾ പല മാസങ്ങൾ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഈ പേനയുടെ സഹായത്തോടെ അല്പസമയത്തിനുള്ളിൽ നമുക്ക് മലകൾ കട്ട് ചെയ്ത് റോഡുകൾ ശരിയാക്കാൻ പറ്റും. അതിനുശേഷം അവിടെ റോഡുകൾ, ഡാമുകൾ പോലുള്ളവ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. മലകൾ തകർക്കാനായി എന്തിനാ ഈ പേനയൊക്കെ? അതിനൊക്കെ എന്റെ ഒരു ഒറ്റ പഞ്ച് മതി. അതൊന്നും പറ്റില്ല. പക്ഷേ ടോണി ബോസ്, നിങ്ങളുടെ ഈ വാചകം നിർത്താമോ? മലശിഖരങ്ങൾ വെടിവെച്ച് വേണം തകർക്കാൻ. ടോണി ബോസ് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ടോണിയോട് കളിച്ചാൽ എന്ത് സംഭവിക്കും അറിയാലോ? ഫ്രൂട്ട്സ് ഒരുപാട് കഴിച്ച ആരോഗ്യം കിട്ടും. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് കാരണം ശരീരം ആരോഗ്യമായിരിക്കും, യുവത്വം ഉണ്ടാകും. അടിപൊളിയാ സാർ, നിങ്ങൾ എന്ത് നല്ല പോയിന്റ് ആയി പറഞ്ഞത്. ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. അത് ശരീരത്തിന് ആരോഗ്യം കിട്ടുമെന്നോ? എടോ ചട്പട്ടെ, താനിപ്പോ എന്താ പറഞ്ഞു വരുന്നത്? പറോ സാർ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല് സൺ സിറ്റിയുടെ ആനുവൽ ജ്യൂസ് ഫെസ്റ്റിവൽ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരെയും അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയാ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കലക്കി. ജ്യൂസ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാ അവിടെ ഫ്രീ ആയിട്ട് ജ്യൂസ് കുടിക്കാൻ അർത്ഥം. ഞാൻ വിധവിധമായ ജ്യൂസ് കുടിക്കാൻ പോവാ. 40-50 ഗ്ലാസ് ജ്യൂസ് കുടിക്കും. വെറും 40-50 മതിയോ? നിനക്കതൊക്കെ മതിയാവില്ലല്ലോ ഡോഡോ. ആ, പിന്നീട് സ്നാക്സ് ഒക്കെ കഴിക്കാൻ കുറച്ച് സ്ഥലം ബാക്കി വെക്കണ്ടേ? അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് പറ്റി കീക്കോ? ആരോ നമ്മളെ രഹസ്യമായി വാച്ച് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കീക്കു, അത് വേറെ ആരുമല്ല, എന്റെ വയറ്റിനുള്ളിലെ എലിയാ. ജ്യൂസ് എന്ന പേര് കേട്ടതും അതെന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് എല്ലാ സ്ഥലത്തും ചാടിയോടി നടക്കാൻ തുടങ്ങിയിരിക്കുക. വേഗം വാ, നമുക്ക് പോയി ജ്യൂസ് കുടിക്കാം. എന്റെ ദൈവമേ, ഇത്തരം ഫ്രഷ് ജ്യൂസ് കുടിക്കുമ്പോ എന്തുമാത്രം ജോളിയാ അല്ലേ? വളരെ ടേസ്റ്റിയാ. ഈ ജ്യൂസ് തന്നെ ഒരു 4-5 ഗ്ലാസ് അങ്ങ് തട്ടിയേക്കാം. കീക്കോ,
പക്ഷെ നീ ഇതുവരെ ഒരു ഗ്ലാസ് ജ്യൂസ് പോലും കുടിച്ചില്ലല്ലോ. ഒരു ഒറ്റ വാക്കിൽ ചോദിക്കണമെങ്കില് വൈ? എനിക്ക് പേടിയാവുന്നു. ഒരുപക്ഷെ ഞാൻ ഈ ജ്യൂസ് കുടിച്ച ഡോഡോയ്ക്ക് തികയാതെ പോയാൽ എന്താ ചെയ്യാ? അതൊന്നും പ്രശ്നമില്ല കീക്കോ. ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് പെട്ടെന്ന് കുടിച്ചേക്കാം. എന്നാ പിടിക്കേ, നീയും കുടിക്കേ. അയ്യോ സോറി കീക്കോ, നീ നമ്മുടെ നേരെ എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? അതെന്താണെന്ന് അറിയില്ല. ജ്യൂസ് കുടിക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷനായിരിക്കുക. എവിടെങ്കിലും ചെന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. മേരങ്കിൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ. ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കില് ഫ്ലൈയിങ്. മമ്മി, പെട്ടെന്ന് ഞാനൊരു പക്ഷിയെ പോലെ ആകാശത്ത് എങ്ങനെയാ ഇങ്ങനെ പറക്കുന്നത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. തീർച്ചയായും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നം ഇനി ഉണ്ടാകാൻ പോവുകയല്ല. ഓൾറെഡി പ്രശ്നം ഇതാ എത്തിക്കഴിഞ്ഞു. എന്റെ പേര് ചക്നാചൂർ. ഉയരമായ ബിൽഡിംഗ് ഞാൻ ചിന്നാഭിന്നമാക്കും, പിന്നെ എസ്കേപ്പ് ആകും. ചക്നാചൂർ, നിങ്ങൾ മേരങ്കിളിനെ ഒന്ന് താഴെ ഇറക്കോ പ്ലീസ്. നീ പറഞ്ഞത് വളരെ ശരിയാക്കിക്കോ. ഞാൻ മേയറിന് പകരം ഡോക്ടർ ഖുറാനെ വേണം ഇങ്ങനെ ആകാശത്ത് കറക്കാൻ. ഡോക്ടർ ഖുറാന തയ്യാറാക്കിയ സൂപ്പർ ഡൂപ്പർ പെൻ അത് ഞാൻ സ്വന്തമാക്കും. അതെന്റെ കയ്യിൽ വെച്ച് ഈ ലോകം മൊത്തം ഞാൻ ബ്ലാസ്റ്റ് ചെയ്യും. എന്റെ പേര് ചക്നാചൂർ. ഉയർന്ന ബിൽഡിംഗ് എല്ലാം ഞാൻ ചിന്ന ഭിന്നമാക്കും. ആ പെൻ എങ്ങനെയെങ്കിലും ചക്നാചൂറിന്റെ കയ്യിലെത്താതെ സൂക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി എങ്ങനെയെങ്കിലും ആദ്യം ഖുറാനാങ്കിളിനെ താഴെ കൊണ്ടുവരണം. ഇക്കോ, നീ ഇപ്പോ ഡോക്ടർ ഖുറാനെ രക്ഷിച്ചു. പക്ഷെ മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കും? അവരെല്ലാവരും എന്റെ ഈ സ്പെഷ്യൽ പൗഡർ കൊണ്ടുണ്ടാക്കിയ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. എന്റെ പേര് ചക്നാചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ ചിന്ന ഭിന്നമാക്കി എസ്കേപ്പ് ആകും. എത്ര നേരം ഞാൻ ചേടാ, എന്റെ ദൈവമേ, ഞാൻ എന്തിനാ ഇങ്ങനെ ആകാശത്തിൽ പറക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. കീക്കോ മാത്രം ജ്യൂസ് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ചക്നാചൂറിന് കീക്കോയുടെ ബോഡി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും കീക്കോ നമ്മൾ എല്ലാരെയും രക്ഷിക്കും. എന്റെ പേര് ചക്നാചൂർ. ഉയർന്ന ബിൽഡിംഗ് എല്ലാം താവട് പൊടിയാക്കി ഞാൻ എസ്കേപ്പ് ആകും. മിസ്റ്റർ ചക്നാചൂർ, ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. ജനങ്ങളെ ഇങ്ങനെ ആകാശത്ത് ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത്, പിന്നെ ഖുറാന അങ്കിളിന്റെ ഇൻവെൻഷൻ തട്ടിപ്പറിക്കുന്നത്, ഇതൊക്കെ റോങ് ആണ്. ആണോ? വളരെ ഉയരത്തിലുള്ള ബിൽഡിംഗ്, പിന്നെ ടവേഴ്സ്, ഇതൊക്കെ കെട്ടിപ്പൊക്കി ഈ പ്രകൃതിനെ നശിപ്പിക്കുന്നത് മാത്രം ശരിയാണോ? പറ. ചക്നാചൂർ, എനിക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലാകാനും മനസ്സിലാക്കാനുമുള്ള സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞു കിക്കോ. ഇതിപ്പോ തിരിച്ചടി കൊടുക്കേണ്ട സമയമാണ്. ഈ പേനയുടെ സഹായത്താൽ ഞാൻ വളരെ ഉയരമുള്ള ബിൽഡിങ്സുകളൊക്കെ തവിട് പൊടിയാക്കും. ഞാൻ എങ്ങനെ ചെയ്യുന്ന അറിയാമോ? ദേ ഇങ്ങനെ തന്നെ.
എന്റെ പേര് ചക്കനാച്ചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം തവിടുപൊടിയാക്കും, എന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകും. എങ്ങനെയെങ്കിലും ആ പേന ചക്നാച്ചൂറിന്റെ കയ്യിൽ നിന്ന് തട്ടി പറിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവൻ ഇവിടെ മുഴുവൻ ബ്ലാസ്റ്റ് ചെയ്യും. കിക്കോ, ഇതിനു മുന്നേ നീ പല ക്രിമിനൽസിനെയും തല്ലിക്കാണും. പക്ഷെ ഇപ്പോ ഇവരെയൊക്കെ എങ്ങനെയാണ് നീ ഡീൽ ചെയ്യാൻ പോകുന്നത്? മറ്റൊരു വഴിയുമില്ല. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ചക്നാച്ചൂറിന്റെ കയ്യിൽ നിന്ന് ഖുറാന അങ്കിളുടെ പേന വീണ്ടെടുത്തേ പറ്റൂ. ഡോണ്ട് വറി ബ്രോ. അപ്പോൾ നീയും ഞാനും ചേർന്ന് ചക്കനാച്ചോറിനെ ചിന്ന ഭിന്നമാക്കിയേക്കാം. സൂപ്പർ സ്പീഡോ, ആ ചക്നാച്ചൂറിന്റെ വണ്ടി നിർത്താനായിട്ട് ഫോർമുല നമ്പർ 48 അപ്ലൈ ചെയ്യേ. ഫാന്റാസ്റ്റിക് ഐഡിയ. ചക്നാച്ചൂർ, അവസാനമായി ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. നീ ഡോക്ടർ ഖുറാന സാറിന്റെ പേന അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. പറക്കുന്നവരെ എല്ലാം താഴെ ഇറക്കി വിട്. അതിനുശേഷം ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്തെടുക്കാം. നിനക്ക് എന്നെ താഴെ ഇറക്കണം അല്ലേ? ശരി, ഇന്നാ പിടിച്ചോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 30 അപ്ലൈ ചെയ്യേ. ജനങ്ങളെ താഴെ വീഴാതെ രക്ഷിക്കുക. ഇനി ഇവിടെയുള്ള മണ്ണ് വെച്ച് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ട് രസിക്ക കേക്കോ. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, ഞാനിപ്പോ നിങ്ങൾ രണ്ടുപേരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഓടാൻ പറ്റുമോ അത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെട്. കാരണം ഇവനുണ്ടല്ലോ, ഇവൻ നിങ്ങളെ ചവിട്ടി ചമ്മന്തിയാക്കാതെ വിടില്ല. എന്റെ പേര് ചക്നാച്ചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ തവിട് പൊടിയാക്കും, എന്നിട്ട് എസ്കേപ്പ് ആകും. എന്റെ പേര് ചക്നാച്ചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ തവിട് പൊടിയാക്കും, എന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആകും. ഒരു ഐഡിയ ഉണ്ട് സൂപ്പർ സ്പീഡോ. ഫോർമുല നമ്പർ 424 അപ്ലൈ ചെയ്യേ. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 424 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ അയൺ ക്വാണ്ടിറ്റി കുറച്ചേക്കാം. അപ്പോഴവൻ ഡീമാഗ്നറ്റൈസ് ആയി പോവും, തകർന്നു പോകും.
ഈ മഹാമാനവ് ഇവിടുന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകണം. അവർ എക്സ്ട്രാ എന്നിന്റെ പവർ കുറയ്ക്കാൻ ശ്രമിക്കുകയെന്നാ തോന്നുന്നത്. ഈ പേനയുടെ സഹായത്തോട് ഈ ലോകത്തിലുള്ള എല്ലാ ബിൽഡിംഗും ഞാൻ തകർത്ത് തവിട് പൊടിയാക്കും. എങ്കിൽ മാത്രമേ ആ സ്ഥലം അവർക്ക് തിരിച്ചു കിട്ടൂ. ആ സ്ഥലത്തിന്റെ സ്വന്തക്കാരന് അത് തിരിച്ചു കിട്ടണം. കാരണം ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരുപാട് കാടുകളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ മൃഗങ്ങളെ അവർക്ക് സ്വന്തമായ കാട്ടിൽ തിരിച്ചയക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്റെ പേര് ചക്നാചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം തവിട് പൊടിയാക്കും. കേക്കോ, ചക്നാചോർ എന്റെ പേന അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആ പേന കാരണം സൺസിറ്റി മാത്രമല്ല മുഴുവൻ ലോകവും അവൻ നശിപ്പിക്കും. എത്രയും പെട്ടെന്ന് ആ പേന അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കണം. ഡോക്ടർ ഖുറാൻ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാ. അതിന് ഞാൻ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ അഗ്രീഡ്. അതെ അതെ, ഞാനും അഗ്രീഡ്. സാധാരണ അഗ്രീഡ് അല്ല, ഭയങ്കര അഗ്രീഡ്. വെരി വെരി അഗ്രീഡ്. കാര്യം ശരിയാണ്. ആ പേന ഇപ്പൊ കണ്ടെത്താനായിട്ട് നിങ്ങൾ ആദ്യം ചക്നാചോർ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തണം. പക്ഷെ അവനിപ്പോ എവിടെയാണുള്ളത്? ഒരു ഐഡിയ ഉണ്ട്. ഞാൻ സൺസിറ്റിയുടെ സാറ്റലൈറ്റ് R7 കണക്ട് ചെയ്ത് ചക്നാചൂറിന്റെ മൂവ്മെന്റ്സ് ചെക്ക് ചെയ്യാം. ചക്നാചോർ സൺസിറ്റിക്കടുത്തുള്ള കാടിനകത്താണുള്ളത്. വേഗം ചെന്ന് നമുക്ക് അവനെ പാഠം പഠിപ്പിക്കണം. അത്രയും വലിയൊരു കാട്ടില് നമ്മൾ എങ്ങനെ ചക്നാചോറിനെ തേടി കണ്ടെത്താൻ പോകുന്നത്? അതൊരു സോ ബിഗ് ജംഗിളാണ്. ടെമ്പോ അണ്ണ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആ ചക്നാചൂർ അവൻ സ്വയം നമ്മളെ തേടി വരും. നോക്കിക്കോ. എലിയെ കെടിവെച്ച് പിടിക്കാം. എവിടെയുണ്ടെങ്കിലും അത് തേടിയെത്തും. പിടിച്ചേക്കാം. ടപ്പെന്നതിന് മടക്കി പിടിച്ചേക്കാം. എന്ന് വെച്ചാൽ സാരിപ്പോ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്ന കാര്യം, ചക്നാചൂർ ആ കാട് വിട്ട് എങ്ങനെയാ പുറത്തേക്ക് വരുന്നത്? ചക്നാചൂറിന് ഉയരമായ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഉയരമുള്ള ബിൽഡിംഗ് കണ്ടാൽ അത് തകർക്കാൻ അവിടെ എത്തും. അപ്പോൾ ആ ചക്നാചോർ നമ്മുടെ സൺസിറ്റിക്കകത്തുള്ള എല്ലാ ഉയരമുള്ള ബിൽഡിംഗും നശിപ്പിക്കുമല്ലേ? പിന്നെന്തിനാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്? ആ പക്ഷേ നീ ഫോർമുല നമ്പർ 472 അപ്ലൈ ചെയ്തിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഉയരമായ ഒരു ബിൽഡിംഗ് റെഡിയാക്കിയ അവനത് ദൂരെ നിന്ന് കണ്ടിട്ട് തീർച്ചയായും എവിടെ എത്തും. ഓ, ഫോർമുല 472 തീർച്ചയായിട്ടും ഇങ്ങോട്ടെത്തും. ഫാന്റാസ്റ്റിക് ഐഡിയ. ഒരു പുതിയ ദിവസം, പുതിയ ബിൽഡിംഗ്. കുറഞ്ഞത് ഇന്നൊരു 50-60 ബിൽഡിംഗ്സ് ഞാൻ തകർക്കും. എന്റെ പേര് ചക്നാചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം തവിട് പൊടിയാക്കി ഞാൻ എസ്കേപ്പ് ആകും. ഈ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് അത്രയ്ക്കും ധിക്കാരമാണോ? ഇന്നലെയല്ലേ ഞാൻ അവരുടെ ഒരുപാട് ബിൽഡിംഗ്സ് തകർത്തത്. പക്ഷെ ഓവർനൈറ്റിൽ അവർ ഒരു വലിയ ബിൽഡിംഗ് കട്ടിപ്പൊക്കിയിരിക്കുക. ഇപ്പൊ തന്നെ ഞാനത് തകർത്ത് തവിട് പൊടിയാക്കും. എന്റെ പേര് ചക്നാചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം ഞാൻ തവിട് പൊടിയാക്കി അവിടുന്ന് എസ്കേപ്പ് ആകും. ആ ടവറിനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പേനയ്ക്ക് എന്ത് പറ്റി? ഡാമേജ് ആയോ? ഗുഡ് മോർണിംഗ് ചക്നാചൂർ. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നിന്റെ ടൈം ബാഡ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ ഇങ്ങോട്ട് വരുത്താനായിട്ട് 3D ഇമേജിൽ ഒരു ബിൽഡിംഗ് റെഡിയാക്കിയത്. അത് ശരിക്കുള്ള ടവർ അല്ല, അത് വെറും ഒരു ഇമേജ് മാത്രമാണ്. അത് കണ്ടോ? ക്യാമറയുടെ ജോലി കഴിഞ്ഞു, കോമഡി സീനും കഴിഞ്ഞു.
അപ്പാ ടവർ വരും ഡമ്മിയാണല്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒറിജിനൽ അല്ലേ? ഇപ്പൊ നമുക്ക് നോക്കാം ചക്കനാച്ചൂറിന്റെ അറ്റാക്കിൽ നിന്നും നിങ്ങളെ ആരെ രക്ഷിക്കാൻ പോകുന്നെന്ന് നോക്കാം. ഇനി നീ എങ്ങോട്ടാ ഓടാൻ പോകുന്ന കുട്ടാ? എന്റെ പേര് ചക്കനാച്ചൂർ. ഉയരമുള്ള ബിൽഡിംഗ് എല്ലാം തവിടുപൊടിയാക്കി എസ്കേപ്പ് ആകും. ഇനി ഞാനല്ല, നീയാണ് ഓടാൻ പോകുന്നത് ചക്നാച്ചോർ. സൂപ്പർ സ്പീഡോ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 82. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 82. Outside. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ വണ്ടി തകർത്തു അല്ലേ? എന്റെ പേന എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു അല്ലേ? ഇനി നിങ്ങൾ രണ്ടുപേരും ഞാൻ വിട്ടുവെക്കുന്ന പ്രശ്നമില്ല. ആണോ? എങ്ങനെ? ഞങ്ങളൊന്ന് പിടിച്ചു കാണിക്ക് നോക്കട്ടെ. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റൂന്നാ തോന്നുന്നേ. ഓ നോ, എന്റെ റോബോട്ടിക് ആർംസ്. ഒരു കള്ളൻ എത്ര ബുദ്ധിമാനാണെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും, എവിടെങ്കിലും ഒരു എവിഡൻസ് വിട്ടയച്ചു പോകും. ഞാനിപ്പോ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. ദാ ഖുറാന അങ്കിളിന്റെ പേന. പക്ഷെ ഇതിനി സൂക്ഷിച്ചു വെച്ചണം കേട്ടല്ലോ.